കൊച്ചി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ പ്രചരണാർത്ഥം മൂലംകുഴിയിൽ ലോക്കൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ മെട്രോപൊളിറ്റൻ ചെയർമാൻ ബെനഡിക്ട് ഫെർണാണ്ടസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേബിരി റോഡിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ നിരവധി LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കൊച്ചി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ പ്രചരണാർത്ഥം ലോക്കൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. 2 ടൈമായിട്ട് പിണറായി ഗവൺമെന്റ് ഭരിക്കുകയാണ്, 2 വർഷം ഭരിക്കുകയാണ്. ആദ്യം ഭരിച്ചപ്പോൾ നമുക്കറിയാം ഈ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച കുറേ കാര്യങ്ങൾ, പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കി. അന്ന് നടപ്പിലാക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് ദുരിതപൂർണമായ നേട്ടം നമ്മളാണ്. ഒരു നൂറ്റാണ്ടിലുണ്ടാകുന്ന പ്രളയം അന്ന് വന്നു. കേരളത്തെ മുഴുവനും വെള്ളത്തിനടിയിലാക്കി. ഒരു മഹാമാരി കോവിഡ്. ഇത്തരം ദുരിതപൂർണമായ കാലഘട്ടത്തെ അതിജീവിച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്. ജനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മൂലംകുഴിയിൽ സംഘടിപ്പിച്ച LDF ലോക്കൽ കൺവെൻഷൻ മുൻ മെട്രോപൊളിറ്റൻ ചെയർമാൻ ബെനഡിക്ട് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളത്തിൽ എങ്കിൽ കൊച്ചിയിൽ ഇടതുപക്ഷത്തിന്റെ MLA, CPMന്റെ MLA, കൊച്ചിയുടെ ജനകീയ MLA എന്നറിയപ്പെടുന്ന KJ മാക്സി. ഇടതുപക്ഷ ഗവൺമെന്റും KJ മാക്സിയും നമ്മുടെ ജീവിതങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത്, കലാരംഗത്തെല്ലാം ഏത് രീതിയിലാണ് ഒരു MLA ഇടപെട്ടിട്ടുള്ളത്, ഏത് രീതിയിലാണ് ഒരു ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളത് എന്ന് നിങ്ങളും നമ്മളും തമ്മിലൊരു ആശയവിനിമയം നടത്തി ഈ കൺവെൻഷനുമായി മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ രജനീഷ് PS സ്വാഗതം ആശംസിച്ചു. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളൊരു കാലമാണ്. ഈ 10 വർഷത്തിന് മുമ്പുള്ളൊരു കാലം എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഇരുണ്ട കാലമായിട്ട് നമുക്ക് തന്നെ ആയിരിക്കും. പെൻഷനടക്കം നമ്മളുടെ ഓരോ ആളുകൾക്കുമുള്ള 600 രൂപ വെച്ച് നമ്മൾക്ക് തന്നുകൊണ്ടിരുന്നിരുന്ന അത് 18 മാസമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം നമ്മളുടെ ഇപ്പോൾ വരുന്ന സർക്കാർ ഏതാണ്ട് 2000 രൂപയാക്കി 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ. പിന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്കൊണ്ട് ചെല്ലാനത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ചെല്ലാനത്തിൻ്റെ ടെട്രോപാഡ് അടക്കം ഫിഡ ഫണ്ടിൽ നിന്ന് 466 കോടി രൂപ ചെലവാക്കിക്കൊണ്ടു. 2ാം ഘട്ടമായിട്ട് കണ്ണമാലി തൊട്ടിട്ടുള്ള ഭാഗം 404 കോടി രൂപ ചെലവാക്കിയിട്ടുക വലിയൊരു വികസനമാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ റോഡുകളും വളരെ നിലവാരമുള്ള റോഡുകളാക്കി മാറ്റുകയും അതുപോലെ വാട്ടർ മെട്രോ ആയാലും മറ്റുള്ള പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ഒരു ജനകീയ MLA 10 വർഷം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നയിച്ചിട്ടുള്ളത്. നല്ലൊരു ഇലക്ഷനിൽ നേരത്തെ നേടിയതിനും വൻ ഭൂരിപക്ഷത്തോടെ നമ്മുടെ ജനകീയ MLA ആണ്. എല്ലാ വീടുകളിലും എന്ത് കാര്യത്തിനും ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. KJ ആന്റണി, KA എഡ്വിൻ, മഞ്ജുള അനിൽകുമാർ തുടങ്ങി നിരവധി പ്രമുഖ LDF നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Vasanai Care Hospital,